ഇപ്പോൾ കണ്ണൂർ വിഷന്റെ ഈ ഒരു തത്സമയ സംപ്രേഷണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്റ്റുഡിയോയിലേക്ക് 2 മിടുക്കന്മാരാണ് എത്തിയിട്ടുള്ളത്. അശ്വേക് മോണാക്റ്റിൽ HSSൽ ബോയ്സിൽ മോണാക്റ്റിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ അശ്വേക് ആൻഡ് HSൽ ലളിതഗാനത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ സൂര്യകാന്താണ്. രണ്ടുപേരും എൻ്റെ കൂടെ മിടുക്കന്മാരായിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച് സംസ്ഥാനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമസ്കാരം. എന്ത് തോന്നുന്നു ഇപ്പോ അശ്വേക്, പറയൂ. നല്ല സന്തോഷമുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചെറുകുന്ന്, GHSS ചെറുകുന്ന്. GHSS ചെറുകുന്നില് ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ല, ഇതിന് മുന്നേ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അങ്ങനെ വലിയ രീതിയിലുള്ള ടെൻഷനൊന്നുമില്ല. ഫേസിൽ എനിക്ക് ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല ടൈറ്റ് ആയിരുന്നു. 9 ആളായിരുന്നു മത്സരത്തിനുണ്ടായത്. പക്ഷേ എല്ലാവരും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ, അശ്വേകിലേക്ക് ബാക്കി മത്സരത്തിന്റെ ഡീറ്റെയിൽ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരാൾ കൂടി നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ലളിതഗാനത്തില് ഹൈസ്കൂളിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള സൂര്യകാന്ത്. ഹലോ, ഇതാരാ പേരിട്ടത്? വെല്ലിച്ചൻ. സൂര്യ എന്നാണോ വിളിക്കുന്നത്? സൂര്യയുടെ ഫാനാണോ? അല്ല, പിന്നെ ആരുടെ ഫാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഇഷ്ടം. വിജയുടെ ഫാനാണ്, പക്ഷെ സൂര്യാന്ന് ഞങ്ങൾ വിളിക്കും. ഓക്കെ, എവിടെയാണ് സ്കൂൾ? എവിടെയാണ്? കടന്നപ്പള്ളി. അപ്പൊ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തു? കഥകളി, സംഗീതം, ലളിതഗാനം. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്. എത്ര നാളായി പാട്ട് പഠിക്കാൻ തുടങ്ങി? 10-11 10-11. എത്ര വയസ്സായി? 14 വയസ്സായി. 11 വർഷമായിട്ട് പാട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? ആരുടെ കീഴിലാണ്? ആരാണ് ഗുരുവാരാണ്? ആദ്യം ഞാൻ കുറച്ചു കാലം സഞ്ജയ് ബാബു എന്ന് പറഞ്ഞ പീലിക്കോടിലെ ഒരു മാഷെടുത്ത് പഠിച്ച. ഇപ്പം നിത്യ ടീച്ചറെടുത്ത് പഠിക്കുന്നു. അതെയാ? അതായത് പേരെന്താ? നിത്യ ബൈജു ടീച്ചറാണ് ലളിതാനം പഠിപ്പിച്ചത്. മറ്റു പരിപാടികളും ടീച്ചറാണ് മത്സരത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നത്. വേറെ ഏതാ മത്സരത്തിൽ പങ്കെടുത്ത്? കഥകളി സംഗീതത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടൈറ്റ് ആയിരുന്നു. എ ഗ്രേഡ് ഉണ്ടോ? സെക്കൻഡ് ഉണ്ട്. അടിപൊളി, കുഴപ്പമില്ല. നമ്മള് ലളിതഗാനത്തിന് എന്തായാലും സംസ്ഥാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അല്ലെ? കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പൊ അമ്മ, അനിയൻ. അമ്മയും അനിയനും ആണുള്ളത്. ഓക്കെ, അമ്മയാണോ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടില്? കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? കൂടുതൽ അമ്മ. അച്ഛനെ സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് അമ്മയാണ്. വേറെ ആരാ പാട്ട് പാടുന്ന വീട്ടില്? അച്ഛൻ പാട്ട് പാടും, പക്ഷെ അച്ഛന് ഈ അവസരമൊന്നും കിട്ടാത്തതുകൊണ്ട് പണ്ടത്തെ സാഹചര്യം കൊണ്ട് പാടാൻ കിട്ടി. എന്റെ ദൈവമേ, സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അമ്മയ്ക്കൊന്നും പാടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് മകനിലൂടെ അമ്മ ആ ഒരു അല്ലെ സ്വപ്ന യാഥാർത്ഥ്യമാക്കുകയാണ്. അതെന്നാ പിന്നെ ആ ലളിതഗാനം ഒന്ന് പാടിക്കേട്ടാലോ? അതിനുശേഷം അശ്വേകിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ മോണാക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, പാടു സൂര്യകാന്ത്, കമോൺ. ആത്മാവിലൊരു മയിൽ പീലിയാലെഴുതുമീ അനവദ്യ സ്വപ്നവൃന്ദാവനത്തിൽ 1000 ഇതളുകൾ വിടരുന്നൊരഴകായി 1000 ഇതളുകൾ വിടരുന്നൊരഴകായി നിറയുന്നിതോർമകൾ ശലഭങ്ങൾ പോൽ ആത്മാവിലൊരു മയിൽ പീലിയാലെഴുതുമീ അനവദ്യ സ്വപ്നവൃന്ദാവനത്തിൽ. അടിപൊളി, സൂപ്പർ. സിനിമ പാട്ട് പാടോ? ഏത് പാട്ട് പാടും? ഏത് വേണം പാടാം. സാഹിബ. ഓക്കെ, ഒരു സാഹിബ കേക്കട്ടെ. സാഹിബ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മൂകമായി വാർന്നുവോ പിന്നില ചന്ദനം പെയ്ത നാൾ വിങ്ങിയോ സാഹിബ ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ.
അടിപൊളി, സൂപ്പർ. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ. ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ ആകട്ടെ. ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണം. ഓക്കെ, പങ്കെടുക്കുന്നുണ്ട്. ഏത് സിംഗർ ടോപ്പ് സിംഗറിൽ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ടോ? സീസൺ അഞ്ചാമത്തെ സീസണിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ, യെസ്, അടിപൊളി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനിയും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാം. ഓക്കെ, യെസ്. അശ്വേക്, ഓക്കെ, അശ്വേകിന്റെ വിശേഷങ്ങൾ പറയൂ. എന്താണ് അംബീഷൻ? എന്താണ് അംബീഷൻ? ടീച്ചർ ആവണമെന്നാണ്. ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. ഏത് സബ്ജക്ട് എടുക്കണം എന്നാണ് ആഗ്രഹം? മലയാളം. മലയാളം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഏട്ടൻ. ഓക്കെ, അപ്പൊ നമ്മൾ മോണാക്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ? ഇരുന്നുകൊണ്ട് തന്നെ. മതി മതി മതി. സൽമു, നീ കരഞ്ഞാല് ഈ നാട് തോക്കും. ഞമ്മന്റെ മോൻ തോക്കും. എന്റെ മരണത്തിൽ കരയരുതെന്നോ എന്റെ വാക്ക്. ഒരുമിച്ച് കേട്ടോരല്ല നമ്മള്. 26-ാമത്തെ വയസ്സില് സ്വന്തം നാടിന് വേണ്ടി ചോര കൊടുക്കുന്ന ഞമ്മന്റെ മോൻ. ഞമ്മന്റെ അഭിമാനല്ലേ സൽമു, ഈ നാടിന്റെ കരളല്ലേ ഓൻ. അടിപൊളി, സൂപ്പർ. ഒരു വലിയ നടനാകാൻ വേണ്ടിട്ട് ആഗ്രഹമുണ്ടോ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന്? ആഗ്രഹമുണ്ട്. കിട്ടിയപ്പോ. ഓക്കെ, അപ്പൊ ടീച്ചറും, നല്ലൊരു ടീച്ചറും, കുട്ടികൾക്ക് മാതൃകയാവുന്ന ടീച്ചറും, അതുപോലെ തന്നെ എന്താ പറയണ്ടത്, നടനും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ വിഷന്റെ വകയായിട്ട് 2 പേർക്കും ഗിഫ്റ്റ് തരികയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വകയായിട്ട് അശ്വേകിനൊരു സൂപ്പർ ഗിഫ്റ്റ്. ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും വാങ്ങാൻ വേണ്ടി പറ്റട്ടെ. +2 ആണോ? +2 ആണ്. അപ്പൊ ഇനി സ്കൂൾ കലോത്സവം ഒന്നും പറ്റില്ല. അപ്പൊ കോളേജിൽ പോയിട്ട് തകർക്കുക. ഓക്കെ, യെസ്. ഇനി എന്താണ്, ഏത് സബ്ജക്ട് എടുക്കാനാണ് താല്പര്യം? മലയാളം തന്നെ. ഓക്കെ, യെസ്. നമ്മുടെ സൂര്യകാന്തിനും അതുപോലെ തന്നെ MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് തരാണ്. ഓക്കെ, ഇനിയും സൂര്യകാന്തിന് ഒരുപാട് മുന്നോട്ടുണ്ട്. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുക. സംസ്ഥാന തലത്തിലും ഇതുപോലെ വിജയിച്ചിട്ട് വരാൻ വേണ്ടി 2 പേരെയും ആശംസിക്കുകയാണ്. ഓക്കെ.